ഉണ്ണിയേശുവിൽ സ്നേഹം നിറഞ്ഞവരെ, പുൽക്കൂട്ടിലേക്കുള്ള യാത്ര നമ്മൾ ഇന്നു മുതൽ ആരംഭിക്കുമ്പോൾ ഉണ്ണിയേശുവിനെ പുൽക്കൂട്ടിൽ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതയാത്രയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ആ ലക്ഷ്യത്തിൻ്റെ ആദ്യ ദിവസം നമ്മൾ ചിന്തിക്കുന്നത് മംഗളവാർത്ത എന്ന വാക്കിനെക്കുറിച്ചാണ്. മംഗളവാർത്ത എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നല്ല വാർത്ത എന്നുള്ളതാണ്. ഈ ലോകത്തിന് മുഴുവൻ ഒരു നല്ല വാർത്തയായിട്ടാണ് ക്രിസ്തുവിൻ്റെ ജനനം ദൂതനിലൂടെ പരിശുദ്ധ അമ്മയ്ക്ക് നൽകപ്പെടുന്നത്. പക്ഷേ പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ നല്ല വാർത്ത പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഒരുപാട് സഹനങ്ങൾ ഏറ്റെടുക്കണമെന്ന അറിവ് അവളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഈ സഹനങ്ങളുടെ യാത്രയുടെ പര്യവസാനമാണ് മംഗളവാർത്ത എന്ന് പറയാൻ നമുക്ക് സാധിക്കും. ഏതൊരു നല്ല വാർത്തയുടെയും പൂർത്തീകരണത്തിന് പിറകിൽ ഒരുപാട് ത്യാഗങ്ങളും സഹനങ്ങളും ഉണ്ടാകും. പരിശുദ്ധ അമ്മ ആ സഹനങ്ങൾ ഏറ്റെടുത്തതുകൊണ്ടാണ് യേശുവിൻ്റെ ജനനം ഈ ലോകത്തിന് മുഴുവൻ ഒരു മംഗളവാർത്തയായിട്ട് തീരുന്നത്. ഒരുപക്ഷെ നമ്മളുടെ ജീവിതം പരിശുദ്ധ അമ്മയുടെ ജീവിതവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ നമ്മളത് അനുഭവിക്കുന്നവരാണ്. ഈ ത്യാഗങ്ങൾക്കപ്പുറം നന്മ നിറഞ്ഞ ഒരു ദിവസമുണ്ട്, നന്മ നിറഞ്ഞ നല്ല നാളുകളുണ്ട് എന്ന് ചിന്തിക്കാൻ സാധിക്കുന്നിടത്താണ് മംഗളവാർത്ത എന്ന അവസ്ഥയിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവിതം എടുക്കുമ്പോൾ കുഞ്ഞിൻ്റെ ബാല്യകാലത്തിലെ അരിഷ്ടതകളിലൂടെ അമ്മയും സങ്കടങ്ങളിലൂടെ സഹനങ്ങളിലൂടെ കടന്നുപോയി ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അമ്മ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. അതേ സന്തോഷമാണ് പരിശുദ്ധ അമ്മയും അനുഭവിച്ചത്. പക്ഷേ അവളുടെ ജീവിതത്തിൽ ഈ സന്തോഷങ്ങൾക്കെല്ലാം പിറകിൽ സഹനമുണ്ടാകുന്നത് തൻ്റെ പ്രിയപ്പെട്ട പുത്രനെ കുരിശിലേക്ക് കൂടി യാത്ര അയക്കണമെന്നുള്ള ഒരു ചിന്ത അവളുടെ മനസ്സിലൊരു അങ്കലാപ്പായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിലും യേശുവെന്ന് പറയുന്ന ദൈവവും മനുഷ്യനുമായിട്ടുള്ള വ്യക്തിക്ക് ജന്മം കൊടുത്തുകൊണ്ട് ആ മംഗളവാർത്ത പൂർത്തീകരിക്കാൻ അവൾ ശ്രമിക്കുകയാണ്. ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നുപോയി ഈ മംഗളവാർത്ത എന്ന് പറയുന്ന അവസ്ഥ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ സ്വന്തം ജീവിതത്തിൽ ത്യാഗമേറ്റെടുത്തവളാണ് പരിശുദ്ധ മറിയം. അതുകൊണ്ട് അമ്മയെപ്പോലെ നമുക്കും ചിന്തിക്കാം. വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഉണ്ടാകുമ്പോൾ അതിനപ്പുറം ശുഭകരമായ ഒരു വാർത്ത ദൈവം നമ്മുടെ ജീവിതത്തിൽ തരും. അത് നേടിയെടുക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ഉണ്ണിയേശു നമ്മളെ അനുഗ്രഹിക്കട്ടെ.